ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി കഴിക്കാൻ. ചൂര മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇനി 1 ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇത് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയും ഉള്ളിയുമൊക്കെ വഴണ്ടു വന്നു. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറി വന്ന് ഇതിലേക്ക് നമുക്കിനി വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പുളി ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. എരിക്കനുസരിച്ചുള്ള പുളി ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനിട്ടാൽ മതിയാകും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ചു വയ്ക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് കറക്കി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കൂടി വേവിക്കാം. ചൂര മീൻകറി നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.